മതേതരത്വത്തിനും മതന്യൂനപക്ഷത്തിന്റെ അവകാശത്തിനും അവസാന ശ്വാസം വരെ നിലകൊണ്ട ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകവാഹകന് വിട. അതിർവരമ്പുകളില്ലാത്ത സൗഹൃദവും വിശ്വാസ്യതയുമായിരുന്നു രാഷ്ട്രീയത്തിൽ അഹമ്മദിന്റെ കൈമുതൽ. കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ ലീഡറിൽ നിന്ന് രാജ്യത്തിന്റെ നയതന്ത്ര മുഖമായി മാറിയപ്പോൾ സൗഹൃദവും വിശ്വാസ്യതയും അഹമ്മദിന് കൂടുതൽ കരുത്തേകി. അന്ത്യോപചാരത്തിനെത്തിയ ആയിരങ്ങൾ അവർ ആ നേതാവിൽ അർപ്പിച്ച വിശ്വാസത്തിന് തെളിവായി. കണ്ണൂർ സിറ്റിയിലെ വസതിയായ സിത്താരയിൽ പുലർച്ചെ മുതൽ ജനങ്ങൾ ഒരു നോക്ക് കാണാനെത്തി. 8 മണിക്ക് മൃതദേഹം കണ്ണൂർ കോർപ്പറേഷൻ പരിസരത്തെത്തിച്ചു. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും നൂറുകണക്കിന് സാധാരണക്കാരും അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. 2 മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ദീനുൽ ഇസ്ലാം സഭ സ്കൂൾ മുറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെയും വൻ ജനാവലി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. 12 മണിയോടെ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ എത്തിച്ചു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ നയിച്ച തലയെടുപ്പുള്ള തലമുറയിൽ ഒരാളായിരുന്നു അഹമ്മദ്. പാർട്ടിയേക്കാൾ വളർന്ന് പാർട്ടിക്ക് മുതൽക്കൂട്ടായ നേതാവ്. പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ കൂടിയാണ് അഹമ്മദിന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. കണ്ണൂരിൽ നിന്ന് EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.